എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ എന്തായാലും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ യാത്ര വരുന്ന മാസം 15-ാം തീയതിയാണെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ കർണാടക സർക്കാർ ഇത് നേരത്തെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർണാടകത്തിൽ എങ്ങനെയൊക്കെയാണ് ഈ ഒരു കാര്യം, അതായത് ഈ ഒരു ഫ്രീ പാസ് സ്ത്രീകൾക്ക് ലഭിക്കുന്നത്, അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എങ്ങനെയാണ് ലഭിക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നോക്കാം, കർണാടക സർക്കാരിൻ്റെ ശക്തി പദ്ധതി, അതായത് ശക്തി പദ്ധതിയുടെ പ്രകാരമാണ് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കുന്നത്. ഇത് ഒരു ഫ്രീ പാസ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു ഫ്രീ പാസ്, അതായത് കണ്ടക്ടർ ബസ്സിൽ കയറി ആൾക്ക് മാത്രമാണ് ഈ ഒരു ഫ്രീ പാസ് നൽകുന്നത്. ഇനി ആർക്കൊക്കെ ലഭിക്കും നോക്കാം. അതായത് കർണാടകയിൽ സ്ഥിര താമസക്കാരായ സ്ത്രീകൾക്ക്, അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ്, അതുപോലെയുള്ള വ്യക്തികൾക്കാണ് അതുപോലെ കുട്ടികൾക്കും ഈ ഒരു ഫ്രീ പാസ് ലഭിക്കും. പിന്നെ ഇത് എങ്ങനെയൊക്കെയാണ് ലഭിക്കുന്നത് നോക്കാം, ഏതൊക്കെ ബസ്സുകളിലാണ് ലഭിക്കുന്നത് നോക്കാം. അതായത് KSRTC, അതുപോലെ BMTC, അതുപോലെ തന്നെ NWKSRTC, അതുപോലെ തന്നെ KKRTC എന്നീ ബസ്സുകളിലാണ് നമുക്ക് ഈ ഒരു ഫ്രീ പാസ് ലഭിക്കുന്നത്. ഈ ഒരു പാസ് ലഭിക്കാത്ത ബസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് രാജഹംസ, ഐരാവത്, അംബാരി, വജ്ര, അതായത് AC സ്ലീപ്പർ ലക്ഷറി ബസ്സുകൾക്ക് ഈ ഒരു ഫ്രീ പാസ് ബാധകമല്ല. പിന്നെ കർണാടകയ്ക്കകത്ത് മാത്രമാണ് ഈ ഒരു ഫ്രീ പാസ്, അതായത് ആന്ധ്ര, അതുപോലെ തമിഴ്നാട്, കേരള എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ബസ്സുകൾക്ക് സൗജന്യമല്ല എന്നാണ് പറയുന്നത്. ഇത് എങ്ങനെ ലഭിക്കും നോക്കാം. നിലവിൽ കർണാടകയിൽ സ്ഥിര താമസമാക്കുന്നവർക്ക് അവരുടെ ഏതെങ്കിലും ഗവൺമെൻറ് ഏതെങ്കിലും ID കാർഡ്, അതായത് ആധാർ കാർഡ്, അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ID ഇല്ലവർക്ക് മാത്രം ബസ്സിൽ കയറിയതിന് ശേഷം, അതായത് കണ്ടക്ടർ ഈ ഒരു പാസ് കയ്യിലുണ്ട്, അല്ലെങ്കിൽ ID കാർഡ് കർണാടകക്കാരാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു ഫ്രീ പാസ് നൽകുന്നത്. പിന്നെ ഇത് ഒരിക്കലും അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് ഈ ഒരു പാസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് സ്ഥിരമായിട്ട്, അതായത് ദീർഘകാലത്തേക്ക് നമുക്ക് ഒരു പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ അത് ചെയ്യാം. പിന്നെ ഇത് ചെയ്യുന്നത് സർക്കാർ ശക്തി പദ്ധതിയുടെ ഭാഗമായിട്ട് ശക്തി കാർഡ് നമുക്ക് എടുക്കാവുന്നതാണ്, അതായത് ദീർഘകാലത്തേക്ക് വേണ്ടിയിട്ട്. ഇനി പ്രധാനപ്പെട്ട ആർക്കൊക്കെ ലഭിക്കുന്നു ഒന്നുകൂടി പറയാം. അതായത് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സ്മാർക്കും അതുപോലെ തന്നെ ഈ കുട്ടികൾക്കുമാണ് ഈ സൗജന്യം. പിന്നെ BMTC ഒഴികെയുള്ള ബസ്സുകളിൽ ഈ പുരുഷന്മാർക്ക് 50% എന്ത് ചെയ്തിട്ടുണ്ട്, സംവരണം ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ സർക്കാർ RTCകൾക്ക് യാത്ര ചെയ്യുന്ന ദൂരത്തിന് പണം തിരികെ നൽകും എന്നിങ്ങനെയാണ് പദ്ധതികൾ. പിന്നെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ കർണാടകയിൽ സ്ഥിരം താമസിക്കുന്ന സ്ത്രീകൾക്ക് KSRTCയിൽ, അതായത് അവർ അനുവദിക്കുന്ന രീതിയിലുള്ള ബസ്സുകളിൽ ID കാർഡ് കാണിച്ച് യാത്ര ചെയ്യാം. ദീർഘകാലത്തേക്ക് നമുക്ക് ശക്തി സ്മാർട്ടിൽ പോയിട്ട് ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു പദ്ധതി, അതായത് കേരള സർക്കാർ ഈ ഒരു ജൂൺ 15-ാം തീയതി തൊട്ടിട്ട് ചെയ്യുന്ന ഈ ഒരു പദ്ധതി, കേരള സർക്കാർ നമുക്കറിയാം ബസ്സുകളൊക്കെ KSRTC വലിയ നഷ്ടത്തിലാണെന്നൊക്കെയാണ് ഇതുവരെ എല്ലാ ഗവൺമെൻറ്റുകളിലൊക്കെ റിപ്പോർട്ട്. ഇനി എങ്ങനെ ഈ ഒരു പദ്ധതി സൗജന്യമാക്കി എടുക്കാൻ പറ്റും എന്ന് അവർക്ക് എന്തായാലും ഇതിൻ്റെ സംഘാടകർക്ക് അതൊരു വെറും വാക്കല്ല. അതായത് ഇന്ദിരാ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സർക്കാർ പ്രധാനമായിട്ടും പറയുന്ന സ്ത്രീകളെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വന്ന നമ്മുടെ സർക്കാർ എങ്ങനെയൊക്കെയാണ് ഇത് കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതായത് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഇതെന്തായാലും വിജയകരമായ ഒരു പദ്ധതി ആയിരിക്കും. നമ്മുടെ ഈ ഒരു സർക്കാരിന് എന്തായാലും അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഈ ഒരു കേരള സർക്കാരിൻ്റെ പദ്ധതിയുമായിട്ട്, അതായത് സ്ത്രീ സുരക്ഷ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.